ഈ സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെയും വീടുകൾ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കാണ്. ആമസോണോ ഫ്ലിപ്കാർട്ടോ Alibaba.com ഒക്കെ പോലെ നമ്മൾക്ക് വലിയ വോള്യൂംസ് ഉള്ളതുകൊണ്ട് ഏഷ്യൻ പെയിൻറ്റ്സ് മുതൽ ഗോദ്രേജ് വരെയുള്ള കമ്പനികളിൽ നിന്നൊക്കെ 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. ഒപ്പം കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്തും ലേബർ കോൺട്രാക്ടേഴ്സിൽ നിന്നും ഒക്കെ ഡിസ്കൗണ്ട് അപ്ലിക്കബിൾ ആയിട്ട് കിട്ടും. ഈ ഡിസ്കൗണ്ട് നമ്മൾ നേരിട്ട് നമ്മുടെ ക്ലയൻസിന് കൊടുക്കുമ്പോൾ ക്ലയൻസിന് ഏകദേശം അവരുടെ ഡ്രീം ഹോം കാല് തുടയ്ക്കുന്ന ചവിട്ടി തിരുമ്പുന്ന കല്ല് മുതൽ പ്രയർ റൂം വരെ അവരുടെ ഡ്രീമിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ട് ഒരു 10% അറൗണ്ട് കോസ്റ്റ് സേവ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സിറ്റി ബിൽഡേഴ്സ് ആപ്പ്. ഇത് നമ്മൾക്ക് ക്ലയൻസിന് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയും, അല്ല ഇനിയിപ്പോൾ ക്ലയൻസിന് ഏതെങ്കിലും ലൊക്കേഷനിൽ പർട്ടിക്കുലറായിട്ട് സ്ഥലം വേണമെങ്കിൽ ഇനി ആ ലൊക്കേഷനിൽ പ്ലോട്ടുകൾ വാങ്ങിയിട്ട് അവിടെയും, അപ്പോൾ അതിന് പ്ലോട്ടുകൾ വാങ്ങിക്കാനും അതിൻ്റെ ലീഗലും ടെക്നിക്കൽ വശങ്ങളും ഒക്കെ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ആളുകൾ അതിൻ്റെ ഒപ്പം ഉണ്ടാവും. അതും അല്ലെങ്കിൽ നമ്മുടെ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലോട്ടുകൾ സെലക്ട് ചെയ്ത് വാങ്ങിയിട്ട് അവിടെയോ ക്ലയൻസിന് അവരുടെ ഡ്രീം ഹോം ഈ 10% സേവ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാം. ഇതാണ് സിറ്റി ബിൽഡേഴ്സ് ആപ്പ്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നമ്മളുടെ ചന്ദ്രനഗറിന് ഒരു മരുത റോഡ് പറയുന്ന ചന്ദ്രനഗറിൻ്റെ അടുത്ത് മരുത റോഡ് പറയുന്ന സ്ഥലത്ത് ചാത്തൻകുളം ടെമ്പിൾ പാർക്ക് എന്ന ഒരു ഏരിയയിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു 4.15 സെൻറ്റ് സ്ഥലത്ത് 1351 സ്ക്വയർ ഫീറ്റിൽ ബിൽഡ് ചെയ്തെടുത്തുള്ള എറൗണ്ട് 30-31 ലക്ഷം രൂപ കോസ്റ്റിൽ അവർ ബിൽഡ് ചെയ്തെടുത്തുള്ള ആ വീടിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ വീട് നോക്കിയാൽ ഇതാണ് എൻ്റെ എലിവേഷൻ, റൈറ്റ്, 3D എലിവേഷൻ. ഇതാണ് റിയൽ എലിവേഷൻ. രണ്ടും തമ്മിൽ നല്ല ഐഡൻറ്റിക്കലായിട്ട് അത്രയും എന്താണോ നമ്മൾ 3D വരച്ചിട്ടുള്ളത് അതേപോലെ ആ ഡ്രീമിനനുസരിച്ച് ആക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറിയാണ് ഗേറ്റിൽ കടന്നതും അവിടെ കാർ പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ്. ഇനി ഒരു കാറും കൂടി നമുക്ക് ഇടണമെങ്കിൽ ഫ്രണ്ടിൽ റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് അവിടെ ഇടാനുള്ള സ്പേസ് നല്ല ധാരാളമായിട്ട് അവിടെ ഉണ്ട്. പിന്നെ നേരെ സിറ്റ് ഔട്ടിലേക്ക് എൻ്റർ ചെയ്തു അവിടെ ഷൂ റാക്കിനുള്ള സ്പേസ് ഉണ്ട്. വീടിൻ്റെ അകത്തേക്ക് കയറിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതായത് TV സ്പേസും പൂജാ സ്പേസും ഫർണിച്ചേഴ്സും ഒക്കെ ഇടാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിവിംഗ് റൂമിൻ്റെ സ്പേസ് കാണാം. നേരെ കുറച്ചും കൂടി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ക്രോക്കറി സ്പേസ്, ഡൈനിങ് സ്പേസ്, വാഷ് ബേസിൻ വെക്കാനുള്ള സ്പേസ്, സ്റ്റെയർ റൂം എല്ലാം കാണാം അതിൻ്റെ അകത്ത്. അവിടെ നേരെ വീണ്ടും ഒന്ന് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം കാണാം. അതിൻ്റെ അകത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം, സ്റ്റഡി ടേബിൾ ഇടാൻ പറ്റും, വാൾ ഡ്രോപ്സ്, ഡ്രസ്സിങ് സ്പേസ് എല്ലാം ഇടാൻ പറ്റുന്ന മാസ്റ്റർ കിങ് സൈസ് ബെഡും ഇടാൻ പറ്റുന്ന സ്പേസ്. നേരെ അതിനോട് അറ്റാച്ച് ആയിട്ടുള്ള വാഷ്റൂം, അതിൻ്റെ അകത്ത് വെറ്റ് സ്പേസ്, AWC വാഷ് ബേസിൻ എല്ലാം കാണാൻ വളരെ ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കിച്ചൻ്റെ അകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് കിച്ചൺ, ഫ്രിഡ്ജ് എല്ലാം അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. നേരെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വർക്ക് ഏരിയ അവിടെ തിരിച്ചു വന്നു ഡൈനിങ് ഹാളിൻ്റെ അകത്ത് കൂടെ മുകളിലേക്ക് സ്റ്റെയർ കയറി ഇൻവെർട്ടറൊക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ സ്റ്റെയറിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പർ ലിവിങ് സ്പേസ്, ചെറിയൊരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ നമ്മൾ ഈ ഷർട്ട്, നമ്മുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനുള്ള സ്പേസ് അവിടെ തന്നെ ഉണ്ട്. അവിടെ നേരെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം, താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നേരെ മുകളിൽ അതിൻ്റെ ഐഡൻറ്റിക്കലായിട്ടുള്ള ഒരു ബെഡ്റൂം, അത്രയും വലിയ ബെഡ്റൂം കാണും. ആ ബെഡ്റൂമിൻ്റെ അകത്ത് ബാൽക്കണിയിലേക്ക് ഒരു ഡോറുണ്ട്. അതാണ് ഫ്രണ്ടിൽ ബാൽക്കണി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ആ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂമുണ്ട്. ആ ബെഡ്റൂമിൽ നേരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ അടുത്ത മറ്റേ ബെഡ്റൂം, അതും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള 3ാമത്തെ ബെഡ്റൂം. ദാറ്റ് മീൻസ് ഈ വീട്ടിൽ ടോട്ടൽ 3 ബെഡ്റൂമുകളാണല്ലോ. അടുത്ത ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം, അതിന് വാൾ ഡ്രോപ്സ് വെക്കാനുള്ള സ്പേസ്, ഡ്രസ്സിംഗ് റൂംസ്, മറ്റേ വർക്കിംഗ് ടേബിൾ എല്ലാം വെക്കാനുള്ള ക്ലീൻ ആയിട്ടുള്ള സ്പേസ്. ഇത് കഴിഞ്ഞാൽ അതിലൊരു വാഷ്റൂം ഉണ്ട്. വാഷ്റൂം വെൽ അറേഞ്ച്ഡാണ്, അതിൻ്റെ അകത്ത് ക്വാളിറ്റിയിലാണ്. നേരെ പുറത്തേക്ക് ഇറങ്ങി വന്ന് വീണ്ടും അപ്പർ ലിവിങ്ങിലേക്ക് വന്ന് പുറത്തേക്കുള്ള ഡോറിലേക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്പൺ ടെറസിൻ്റെ ചെറിയൊരു സ്പേസ് നമുക്ക് കാണാം ബ്യൂട്ടിഫുൾ ആയിട്ട്. ആ ഓപ്പൺ ടെറസിൽ നിന്ന് ഒരു സ്റ്റെയറിൽ കൂടെ നേരെ മുകളിൽ കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ റൂഫ് ടോപ്പ് കാണാം. നമുക്ക് ആ റൂഫ് ടോപ്പിൽ ടാങ്ക്, വാട്ടർ ടാങ്ക്, ഇവിടെ നല്ല വ്യൂവുമായിരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇനി നേരെ ഇറങ്ങി വന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി വളരെ ക്യൂട്ടായിട്ടുള്ള വീട്, ഇൻക്ലൂഡിങ് കാല് തുടയ്ക്കുന്ന ചവിട്ടി തരുന്ന ഈ ചവിട്ടിയൊക്കെ തിരുമ്പാനുള്ള കല്ല് വരെ വെൽ അറേഞ്ച്ഡ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ വീട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ വളരെ എന്താണോ ക്ലയൻറ്റ് അവരുടെ ഡ്രീം അതിനുള്ളിൽ നടപ്പിലായിട്ടുണ്ട്. അത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, ലക്ഷറി അല്ല സ്റ്റാൻഡേർഡിൽ നടപ്പിലായിട്ട് നിങ്ങൾക്ക് ബോധ്യമാവും. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്കറിയാം വീട് എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും ഓരോ ആളുകളുടെയും ഓരോ ഫാമിലിയുടെയും എല്ലാവരും വലിയ ഡ്രീമാണ്. അങ്ങനത്തെ ഡ്രീം ഹോം ഏകദേശം 10% കോസ്റ്റ് സേവ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിവിടെ റിയലിസ്റ്റിക് ആയിട്ട് ഇവിടെ വലിയൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള വലിയ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിലൂടെ കണ്ട് ഇത് ബോധ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഫാമിലീസും അറിയുന്നവരും ഒക്കെ ഇതുപോലെ വീട് ആഗ്രഹിക്കുന്നവരും ആഗ്രഹമുള്ളവരും ഉണ്ടാവും. അവർക്കിത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസും നമ്പേഴ്സും കോൺടാക്ട് നമ്പേഴ്സൊക്കെ അടിയിലുണ്ട്. എന്നിട്ട് അവരോടും പറയേണ്ടത്
ഇവിടെ വന്ന് അല്ലെങ്കിൽ ഞങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 5-10 വീടുകൾ നേരിട്ട് ഫൗണ്ടേഷൻ മുതൽ ഫിനിഷിംഗ് സ്റ്റേജിലുള്ള നിരവധി വീടുകളുണ്ടാവും, കണ്ട് ബോധ്യപ്പെടുക. എന്നിട്ട് ഞങ്ങളുടെ ഓഫീസിൽ വിസിറ്റ് ചെയ്ത് ഫയലും സിസ്റ്റംസും എങ്ങനെയാണ് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നത്, എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ 5 മുതൽ 50 ദിവസത്തെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടോ, അത് ഡയറക്റ്റായിട്ട് ക്ലയൻറ്റിന് കിട്ടുമോ, അത് എങ്ങനെയാണ് അതിൻ്റെ സ്കോപ്പ്, അതെല്ലാം പൂർണ്ണ ബോധ്യതയോടുകൂടി മനസ്സിലാക്കി അത് പൂർണ്ണ ബോധ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഡ്രീം ഹോമും ഇതിൻ്റെ നമ്മുടെ ഈ ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ അകത്ത് കൂടെ ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവരടുത്ത് പറയാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.